എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നോർത്ത് കരോലിനയിലെ വെല്ലിംഗ്ടണിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി ബീച്ചിലേക്ക് നമ്മൾ പോവേണ്ട. വൈകിട്ട് അടിപൊളി വൈബായിരിക്കുമല്ലോ ബീച്ചിലൊക്കെ. അപ്പോൾ നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന്. പോകാം. ഈ വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടമാതിരി ബീച്ചുകളുണ്ട്. നമുക്ക് തന്നെ ആകെ ഒരു കൺഫ്യൂഷനാവും ഏത് ബീച്ചിൽ പോകണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള കരോലിന ബീച്ചിലേക്കാണ് പോണത്. അപ്പോൾ വൈകിട്ടാവുമ്പോൾ അത്യാവശ്യം നല്ല വൈബായിരിക്കുമല്ലോ. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ അങ്ങോട്ട് പോണത്. പക്ഷേ എങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കണ പോലുള്ളൊരു വൈബൊന്നും നമുക്കവിടെ കാണാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അതേ ആ വണ്ടികളൊക്കെ നമ്മൾ പാർക്ക് ചെയ്യണ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയേക്കണത്. വണ്ടിയൊക്കെ നമ്മൾ സുഖമായിട്ട് അങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ വലിയ തിരക്കില്ല, അതന്നെ കാരണം. പക്ഷേങ്കിൽ ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഭയങ്കര വൈബാണ്. അതായത് ലൈവ് മ്യൂസിക്കൊക്കെ ഓടിവിട്ടുള്ള കഫേകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നണം എല്ലാ മനുഷ്യന്മാരും. ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ്സിൻ്റെയൊക്കെ. കുറേയൊക്കെ ഇങ്ങനെ ഓപ്പൺ ആണ്, കുറേയൊക്കെ ക്ലോസ്ഡ് ആണ്. ഇത് കണ്ടില്ലേ, ഒരു പ്രത്യേകിച്ച് അങ്ങനെ വലിയ വൈബൊന്നും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു വിൻ്റർ സീസൺ ആണല്ലോ. അപ്പോൾ ഈ ഒരു സീസണിൽ ഇവിടെ വലിയ വൈബില്ല കേട്ടോ. സമ്മറിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കും ഒക്കെ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ആ ഒരു ടൈമിൽ വേണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ ഈ തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകളൊക്കെ വരുമെന്നല്ലാതെ ഈ ലോക്കൽസൊക്കെ ഭയങ്കര കുറവാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ നമ്മളിതേ ബീച്ചിൻ്റെ ആ ഭാഗത്തേക്ക് നടക്കണേണ്. ഫുള്ള് മണലിൽ കൂടിയാണ് നമ്മൾ നടക്കണത്. ഇവിടെയാണെങ്കിലും മര്യാദക്കൊരു വിളക്ക് പോലും ഇല്ല, ആ ഒരു ഇരുട്ട് കുത്തിയ മാതിരി ആയിരുന്നു. അങ്ങനെ ദേ ആ നേരെ കാണാം കേട്ടോ ബീച്ച്. അവിടെ ഒന്ന് രണ്ട് പേരൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ നമുക്ക് പേടിയായിട്ട് വയ്യായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടാണ്. പക്ഷെ നേരിട്ട് ഇത്ര അങ്ങോട്ട് ഇരുട്ടില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. കാരണം വെച്ചാൽ ഈ ഇരുട്ടത്ത് നമ്മളവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിയും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ തിരിച്ച് നടന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ബ്രോഡ് വാക്കിലൂടെ നമ്മൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ച്. ഇവിടെയും കുറച്ച് ആളുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കണമെന്നല്ലാണ്ട് വലിയ ഒരു വൈബൊന്നും ഇവിടെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ആകെ ഒരു ഇതായിരുന്നു മൊത്തത്തിൽ. വന്നത് വെറുതെ ആയി പോയോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇവിടെ കുറേ ഊഞ്ഞാലൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും വന്നതല്ലേ, കുറച്ച് നേരം അങ്ങനെ ഊഞ്ഞാലിലൊക്കെ ആടി കുറേയൊക്കെ നടന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ സീസണിൽ വരികയാണെങ്കിൽ അടിപൊളിയാണ്. നല്ല കരോലിന ബീച്ച് എന്ന് പറഞ്ഞാൽ നല്ല വൈബാണ്. ഇവിടെ ഈ ഒരു ബ്രോഡ് വാക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട് നടക്കാനായിട്ട്. ഇവിടെ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, അതിന് ഇഷ്ടമാതിരി കാഴ്ചകളുണ്ട് കേട്ടോ. വലിയൊരു വൈബുള്ളൊരു ബീച്ചിലേക്കാണ് നമ്മൾ വന്നത്. പക്ഷേ ഇപ്പോൾ വന്ന ആ ഒരു സീസൺ ടൈം അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പറ്റിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. തിരക്കില്ലാത്തതുകൊണ്ട് പതുക്കെ ഇങ്ങനെയൊക്കെ നടന്ന് കാഴ്ച കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ കടകളൊക്കെ ഒരുവിധം ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. കഫേ റെസ്റ്റോറൻറ്റും മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പോകുന്ന വഴികളൊക്കെ കണ്ടില്ലേ, താഴത്തെ ഫ്ലോറുകൾ മൊത്തം ഇങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട്. വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പക്ഷേ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. എടുത്തു കഴിഞ്ഞാൽ അത്ര അങ്ങോട്ട് ക്ലിയർ ആവില്ല. അതുകൊണ്ട് അതിനൊന്നും മെനക്കെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയൊക്കെ നടന്നതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. അടുത്തൊരു ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും ബീച്ചിൽ നിന്ന് പറഞ്ഞാൽ ഇറങ്ങിയതല്ലേ, അപ്പോൾ നമുക്ക് വേറൊരു ബീച്ചും കൂടി കാണാം. കാരണം ഇവിടെ ആണെങ്കിലും മുട്ടിന് ബീച്ചാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോകാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ്. നമ്മളങ്ങനെ വില്ലിംഗ്ടൺ ബീച്ചിലെ റിവർ വാക്കിലേക്കാണ് വന്നേക്കണത്. ഇവിടുത്തെ ബോർഡ് വാക്ക് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ വന്നു, പാർക്കിംഗ് ഒക്കെ ചെയ്തു. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല പാർക്കിംഗ് ഫീ ആണ് ഇവിടെ. നല്ല രീതിയിലാണ് ഇവർ പൈസ വാങ്ങിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബോർഡ് വാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയിട്ടുള്ള യുദ്ധക്കപ്പലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആ ദൂരത്ത് ആ ലൈറ്റൊക്കെ ഇട്ട് കാണാണ്ടില്ലേ, അതാണ് കേട്ടോ നമ്മൾ ആ പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഷിപ്പുകളൊക്കെ ഇതിലെ പോകുന്നുണ്ട് കേട്ടോ, യാച്ചുകൾ. അങ്ങനെ നമുക്ക് ഫിഷിങ്ങിന് പറ്റിയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടുത്തെ ബോട്ടിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സൺസെറ്റൊക്കെ ആ ഒരു ബോട്ടിലിരുന്നാൽ കാണാം കേട്ടോ. ഡിന്നർ, ലഞ്ച്, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ആ ബോട്ടിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമുക്കിവിടെ കുറേ നടക്കാനൊക്കെ ഉണ്ട്. ഇവിടെ ഫുള്ള് ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാക്കിയൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഫുള്ള് അപ്പാർട്ട്മെൻറ്റുകളാണ്. ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാൻ പറ്റിയ റിസോർട്ടുകളും പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് കുറേ
റെസ്റ്റോറൻറ്റുകൾ കഫേകളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് കേട്ടോ ഉള്ളത്. കുറേ ഉണ്ടെന്നേ, ഇത് ഒരുപാടുണ്ട് നടക്കാനായിട്ട്. അത്യാവശ്യം തിരക്കുകളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ആളുകളൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ അതേ കണ്ടില്ലേ, ഫോട്ടോസ് എടുക്കാനും ഒക്കെ നിൽപ്പുണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, അതുകൊണ്ടാണ് ആരെയും ഇവിടെ കാണാത്തത്. പക്ഷേ എങ്കിൽ നമുക്ക് ന്യൂജേഴ്സീനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇത്തിരി തണുപ്പൊക്കെ കുറവൊക്കെ തന്നെയാണ്. എങ്കിലും ഈ തണുപ്പുള്ള സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയായിരിക്കുമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് തന്നെ ചെറിയൊരു മടുപ്പൊക്കെ തോന്നി. പിന്നെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും നമ്മൾ ഇങ്ങനെ റൂമിലിരുന്നിട്ടും കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ ഇതേ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്കൊരു ബണ്ണും ബട്ടറൊക്കെയാണ് തന്നത്. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും നമ്മളങ്ങനെ സീ ഫുഡൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതായത് നമ്മൾ ചിക്കൻ്റെ ഒരു സ്റ്റീക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് വെജിറ്റബിൾസും പിന്നെ അതുപോലെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. ചീസൊക്കെ ഇട്ടിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. പിന്നെ നമ്മളൊരു ബർഗർ വാങ്ങിയിട്ടുണ്ടായി. ഇവിടുത്തെ ബർഗർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ തരാം. ഇങ്ങനെ എല്ലാം ഇങ്ങനെ വെവ്വേറെ അതൊക്കെ നമ്മളിങ്ങനെ ഒന്നാക്കിയിട്ട് വേണം നമുക്ക് കഴിക്കാനായിട്ട്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതേ അയാൾ കുറേ ഡമ്മി പോലത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു പറഞ്ഞു. നമ്മൾ അതിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്തു. ഇതാണ് ഇതൊരു പുഡിങ്ങാണ് കേട്ടോ. കാരമൽ പോലെയൊക്കെ ഇരിപ്പുണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളവിടെ നിന്ന് ഇറങ്ങി. സീ ഫുഡ് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് വന്നത്. പക്ഷേ എങ്കിൽ എന്തോ അതിൻ്റെ ആ ഒരു സ്മെല്ല് അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കണമൊന്നുമില്ല കേട്ടോ ഇവിടെ വന്നിട്ട്. അപ്പോൾ അത് കാരണം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ സീ ഫുഡ് കഴിക്കാതെ ഇരുന്നത്. ഒരുപാട് വെറൈറ്റി സീ ഫുഡുകളൊക്കെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കിട്ടും. ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മൾ നേരത്തെ പോയ ബീച്ചില്ലേ അവിടെയൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ റൂമിലേക്ക് പോകണം. ഇനി നമ്മൾ ബീച്ചുകൾ തേടി നടക്കണില്ല. കാര്യം ഇപ്പോൾ അധികം ലേറ്റൊന്നും ആയിട്ടില്ലെന്ന്, ഏകദേശം ഒരു 7 മണി 7:30 ആയിട്ടുള്ളൂ. എങ്കിൽ പോലും ഇവിടെ ആകെ ഒരു മൊത്തത്തിലൊരു അടഞ്ഞ മാതിരിയാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എല്ലാവരും ഇങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തൊക്കെയാണ്, ആരും പുറത്തേക്കൊന്നും ഇറങ്ങി കാണുന്നില്ല. പിന്നെ മാത്രമല്ല ക്രിസ്മസ് ആയതിൻ്റേതായ ഒരു വൈബ് കുറവുണ്ട്. എല്ലാവരും ദേ ഇപ്പം ഈ ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് എല്ലാവരും ടൂറിസ്റ്റുകൾ വന്നു തുടങ്ങണത്. കാരണം ക്രിസ്മസിൻ്റെ 2 ദിവസം കഴിയുമ്പോഴാണ് തോന്നുന്നത് ഇവിടെ വൈബ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ആ ഒരു ടൈമിൽ വന്നുകൊണ്ടാണ് നമുക്ക് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതും ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അടിപൊളി സ്ഥലമാണ് കേട്ടോ വില്ലിംഗ്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിന്ന് ഒരുപാട് ഇതിവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇവിടെ ഒരു ബീച്ചും കാര്യങ്ങളൊക്കെ ആണല്ലോ. നല്ല ഭംഗിയുള്ള വീടുകളാണ്. ന്യൂജേഴ്സിയിൽ നിന്നും വളരെ വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഇവിടുത്തെ സ്ഥലങ്ങളും വീടുകളും മരങ്ങളും എല്ലാം മൊത്തത്തിലൊരു വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ ഇവിടെ. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. ബീച്ച് ഏരിയ ആയതുകൊണ്ടേ നല്ല കാറ്റാണ്. പിന്നെ ഇത് നല്ല തിരക്കുമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ആ ഒരു സീസൺ ടൈമിൽ വന്നാലുള്ളൂ നമുക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ എന്നും മാത്രം. അപ്പോൾ ഇനിയുണ്ട് കേട്ടോ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. എല്ലാം ഒന്നും നമുക്കൊരു ദിവസം കൊണ്ടൊന്നും കണ്ട് തീർക്കാൻ പറ്റില്ലല്ലോ. അതേ നമ്മുടെ നേരെ മുമ്പിൽ പോണാണ്ടില്ലേ, ഇതൊരു കുതിരവണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് റൈഡൊക്കെ നടത്താൻ വേണമെങ്കിൽ. അപ്പോൾ ഇതുമാതിരത്തെ കുറേ റൈഡുകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം ഒന്നും നമുക്ക് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അമേരിക്കൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.